കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ലോകത്തിൻ്റെ പ്രണാമം. ലോക നേതാക്കൾ ഉൾപ്പെടെ 10,000-കണക്കിന് ആളുകൾ അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. വത്തിക്കാനിലെ സെൻറ്റ് മേരി മേജർ ബസലിക്കയിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. കൂടുതൽ വിവരങ്ങളുമായി വത്തിക്കാനിൽ നിന്ന് അർത്തുങ്കൽ സ്വദേശിയായ വിപിൻ ജോസ് ചേരും. കഴിഞ്ഞ തിങ്കളാഴ്ച കാലം ചെയ്ത ഫ്രാൻസിസ് പോപ്പിന്റെ സംസ്കാര ശുശ്രൂഷകൾ ഇന്ന് പ്രാദേശിക സമയം രാവിലെ 10 മണിയോടെ, അതായത് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ആരംഭിച്ചു. വിവിധ ലോക നേതാക്കൾ, വിദേശ പ്രതിനിധികൾ, കർദിനാൾമാർ, പുരോഹിതന്മാർ, ലോകമെമ്പാടു നിന്നുള്ള 10,000-കണക്കിന് വിശ്വാസികൾ എന്നിവരുടെയൊക്കെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. ഇന്ത്യയിൽ നിന്നുള്ള കർദിനാൾമാരായ ജോർജ് ആലഞ്ചേരി, ബെസിലിയോസ് ക്ലീമിസ്, ജോർജ് കൂവക്കാട്ട്, ആന്റണി പൂള, ഫിലിപ്പ് നേരി ഫെരാവോ, ഓസ്വേൾഡ് ഗ്രേഷ്യസ് എന്നിവരും ചടങ്ങുകളിൽ സന്നിഹിതരായിരുന്നു. അഭൂതപൂർവമായ തിരക്ക് പരിഗണിച്ച് വത്തിക്കാൻ സ്ക്വയറിലും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വലിയ സ്ക്രീനുകളിൽ സംസ്കാര ചടങ്ങുകൾ തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ഇന്നലെ രാത്രിയോടെ പൊതുദർശനം അവസാനിപ്പിച്ച് പാപ്പായുടെ ഭൗതിക ശരീരം അവസാന ശുശ്രൂഷകൾക്ക് ഒരുക്കുമ്പോഴും പുറത്ത് ആയിരക്കണക്കിന് വിശ്വാസികൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. തൻ്റെ സംസ്കാര ചടങ്ങുകൾ എത്രയും ലളിതമാക്കണമെന്നതായിരുന്നു ഫ്രാൻസിസ് പോപ്പിന്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ സൈപ്രസ്, ഈയം, ഓക്ക് എന്നിവ കൊണ്ടുള്ള 3 പെട്ടികളിൽ പാപ്പാമാരുടെ മൃതദേഹം സൂക്ഷിക്കുന്ന പതിവ് പാരമ്പര്യത്തിന് പകരം ഫ്രാൻസിസ് പാപ്പായുടെ മൃതദേഹം തുറന്ന സാധാരണ തടിപ്പെട്ടിയിലാണ് കിടത്തിയിരുന്നത്. ഒരു പോപ്പിന്റെ മരണത്തിനും പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കുന്നതിനും ഇടയിലുള്ള കാലയളവിൽ വത്തിക്കാന്റെ ഭരണ ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന വത്തിക്കാൻ കാമർലെങ്കോ കർദിനാൾ കെവിൻ ഫാരലാണ് ശവപ്പെട്ടി മുദ്രവെക്കൽ ചടങ്ങിന് കാർമ്മികത്വം വഹിച്ചത്. കർദിനാൾ കോളേജ് ഡീൻ കർദിനാൾ ജൊവാനി ബാറ്റിസ്റ്റിരിയാണ് ശവസംസ്കാര ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. വത്തിക്കാൻ സ്ക്വയറിലെ ചടങ്ങുകൾക്ക് ശേഷം ഫ്രാൻസിസ് പോപ്പിന്റെ മൃതദേഹം സംസ്കരിക്കുന്നതിനായി അദ്ദേഹം തന്നെ തിരഞ്ഞെടുത്തിരുന്ന സെന്റ് പീറ്റേഴ്സിൽ നിന്ന് 4.5 കിലോമീറ്റർ അകലെയുള്ള സാന്താ മരിയ മജോറെ എന്ന സെന്റ് മേരി മേജർ ബസലിക്കയിലേക്ക് മാറ്റും. സെന്റ് മേരി മേജർ ബസലിക്ക ഫ്രാൻസിസ് പോപ്പിന്റെ ആത്മീയ ജീവിതത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഒരിടമായിരുന്നു. പരമായ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നതിന് മുൻപ് 5-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ബസിലിക്കയിലെ പരിശുദ്ധ മാതാവിന്റെ ചിത്രത്തിന് മുന്നിൽ പ്രാർത്ഥിക്കുന്ന പതിവ് അവസാനം വരെ അദ്ദേഹം തുടർന്നു പോന്നു. പാപ്പയായി സേവനമനുഷ്ഠിച്ച 12 വർഷത്തെ കാലയളവിൽ 100-ലധികം തവണ സെന്റ് മേരി മേജർ ബസിലിക്കയിൽ ഫ്രാൻസിസ് പാപ്പ സന്ദർശനം നടത്തിയിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലേക്കുള്ള ഓരോ യാത്രകൾക്ക് മുൻപും ശേഷവും അദ്ദേഹം ബസിലിക്ക സന്ദർശിച്ച് ക്രിസ്തു ശിഷ്യനായ വിശുദ്ധ ലൂക്കോസ് സുവിശേഷകൻ വരച്ചതെന്ന് കരുതപ്പെടുന്ന ചിത്രത്തിന് മുന്നിൽ പ്രാർത്ഥിക്കുമായിരുന്നു. മാർച്ച് മാസത്തിൽ 38 ദിവസത്തെ ആശുപത്രിവാസം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയും അദ്ദേഹം ഇവിടെ എത്തി പ്രാർത്ഥിച്ചിരുന്നു. ഫ്രാൻസിസ് പാപ്പ അവസാനമായി സാന്താ മരിയ മജോറെ ബസിലിക്ക സന്ദർശിച്ചത് മരണത്തിന് 8 ദിവസം മുൻപ് ഓശാന ഞായറാഴ്ചയായിരുന്നു. 12-ാം നൂറ്റാണ്ടിനും 17-ാം നൂറ്റാണ്ടിനും ഇടയിൽ സെന്റ് മേരി മേജർ ബസിലിക്കയിൽ 7 പോപ്പുമാരെ അടക്കം ചെയ്തിട്ടുണ്ട്. 1669-ൽ ക്ലെമന്റ് 9-ാമനെയാണ് ഇവിടെ അവസാനമായി സംസ്കരിച്ചത്. റോമിലെ ഏറ്റവും വലിയ മരിയൻ പള്ളിയും പാശ്ചാത്യ ലോകത്തിലെ ആദ്യത്തെ മരിയൻ സങ്കേതവുമാണ് സെന്റ് മേരി മേജർ ബസിലിക്ക. സെന്റ് മേരി മേജർ ബസിലിക്കയിലെ അന്തിമ സംസ്കാര ചടങ്ങുകളിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ടായിരിക്കില്ല. മൃതദേഹം സംസ്കരിക്കുന്നതോടെ 9 ദിവസത്തെ പുരാതന ദുഃഖാചരണമായ നോവം ദിയലിന്റെ തുടക്കമാവും. ദുഃഖാചരണ കാലയളവ് അവസാനിക്കുമ്പോൾ പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവ് മെയ് 6-നും 11-നും ഇടയിൽ ആരംഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഞായറാഴ്ച രാവിലെ മുതൽ ഫ്രാൻസിസ് പോപ്പിന്റെ ശവകുടീരം സന്ദർശിക്കുന്നതിനുള്ള അവസരമുണ്ടായിരിക്കുമെന്ന് വത്തിക്കാനിൽ നിന്നുള്ള അറിയിപ്പുമുണ്ട്. വത്തിക്കാനിൽ നിന്ന് വിപിൻ ജോസ്, അർത്തുങ്കൽ.